ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുരേഷ് ഗോപിയെ ട്രോളിയിരുന്നു. എന്നാൽ എതിരാളികളുടെ തന്ത്രങ്ങൾ അവഗണിച്ച് ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ജൂൺ 4-ന് സിനിമാ ശൈലിയിൽ ദേശീയ താരമായി ഉയർന്നു. തൃശൂർ സീറ്റ് BJP ടിക്കറ്റിൽ വിജയിക്കുകയും കേരളത്തിലെ കാവി പാർട്ടിക്ക് ചരിത്രം രചിക്കുകയും ചെയ്തു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ചരിത്രപരമായി ആധിപത്യം പുലർത്തിയിരുന്ന സംസ്ഥാനമായ സംഘടനാ കാലം മുതൽ നിരവധി വെല്ലുവിളികളാൽ അടയാളപ്പെടുത്തിയ കാവി പാർട്ടിയുടെ ദശാബ്ദങ്ങളിൽ നീണ്ട പോരാട്ടം ഒടുവിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഗോപിയിലൂടെ ഫലം കണ്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിനാണ് തൃശൂർ സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസിന്റെയും BJPയുടെയും CPIയുടെയും പ്രധാന സ്ഥാനാർത്ഥികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ വർഷം ജില്ലയിൽ മോദി നടത്തിയ 2 സന്ദർശനങ്ങൾ, ഒന്ന് BJP മഹിളാ മോർച്ചയുടെ റാലിയിൽ പങ്കെടുക്കാനും മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാനും. മൂന്നാമത്തേത് NDAക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിന്. തൃശൂരിലെയും സമീപ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഈ സുപ്രധാന സീറ്റ് കാവി പാർട്ടി എത്രമാത്രം പ്രാധാന്യമാണെന്ന് ഊന്നി പറയുന്നു. മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിയായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു. 51ാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, എന്നെ ഒന്ന് സ്വതന്ത്രമായി പറക്കാൻ വിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി എന്ന നിലയിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ എയിംസ് കൊണ്ടുവരികാനുള്ള ശ്രമമാണ്. ബന്ധപ്പെട്ടവരുമായി ആദ്യ ചർച്ച നടത്തി എന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയ സുരേഷ് ഗോപിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യനും ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്നു ജോർജ് കുര്യൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ സ്ഥാനം ലഭിച്ചത്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് ജോർജ് കുര്യന് മന്ത്രിസഭയിൽ സ്ഥാനം ലഭിച്ചത്. മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച കേരളത്തിലേക്കുള്ള പരിഗണനയ്ക്കപ്പുറം ദേശീയ തലത്തിൽ തന്നെ BJP ഉയർന്നു കിട്ടാനുള്ള ന്യൂനപക്ഷ മുഖമായാണ് ജോർജ് കുര്യൻ 3ാം മന്ത്രിസഭയിൽ അംഗമാകുന്നത്. ക്രൈസ്തവ വിഭാഗത്തിന് BJPയുടെ അനുഭാവം ഉണ്ടാകും വിധം രാജ്യത്തുടനീളം നടത്തിവന്ന പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് ജോർജ് കുര്യന്റെ ഈ കേന്ദ്രമന്ത്രി പദം. BJP ഉണ്ടായ കാലം മുതൽ കോട്ടയത്തുകാരൻ ജോർജ് കുര്യൻ BJPക്കാരനാണ്. പാർട്ടിക്ക് സ്വന്തമായൊരു ഓഫീസോ എന്നെങ്കിലും അധികാരത്തിൽ എത്തും എന്ന വിശ്വാസമോ ഇല്ലായിരുന്ന കാലം മുതലുള്ള മികച്ച സംഘാടകൻ കൂടിയായിരുന്നു ജോർജ് കുര്യൻ. BJP ദേശീയ നിർവാഹക സമിതി അംഗമായും സംസ്ഥാന സെക്രട്ടറിയായും സംസ്ഥാന വക്താവായും സംഘടനാ തലത്തിൽ നിർണായക ചുമതലകൾ ജോർജ് കുര്യൻ വഹിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി ചുമതല ഏറ്റെടുത്ത ജോർജ് കുര്യൻ ക്രൈസ്തവ വിഭാഗത്തിന്റെ BJPയോട് അടുപ്പിക്കാൻ രാജ്യത്തുടനീളം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ കൂടിയാണ് നേതൃത്വത്തിന് പ്രിയങ്കരനായത്.